Proceed, Mr. Prosecutor. Thank you. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിയുടെ പേര് PC ജോർജ് എന്നാണെന്ന് ഞങ്ങൾ പറഞ്ഞത്. അതെനിക്ക് അറിയത്തില്ല, അറിയാതെ ഞാൻ എങ്ങനെ പറയാൻ പറ്റും? പണ്ട് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എനിക്കറിയില്ല എന്നല്ലാതെ മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. സന്തോഷമുണ്ട്, എല്ലാരും ഇങ്ങനെ തന്നെ ചെയ്യണോട്ടാ. എനിക്ക് അങ്ങനെ ഒരു പാർലമെന്റിൽ പോയി ഇനി രാജ്യം നന്നാക്കാമെന്നുള്ള അമിതമായ ആഗ്രഹമൊന്നും എനിക്കില്ല. എടാ മടത്തി മരങ്ങോടാ, ഇനി ഇതൊന്നും പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം MLA എന്നതിൽ വളരെ മാന്യമായി ഞാനിവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്നെ എതിർക്കുന്നവർക്ക് പോലും എന്നൊരു വ്യക്തിപരമായ സ്നേഹം മാത്രമേ ഉള്ളൂ. ആനന്ദേട്ടന്റെ കാര്യം ഞാൻ പൊതുവാഴ്ചയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. PC ജോർജ് പത്തനംതിട്ടയിൽ തന്നെ മത്സരിപ്പിച്ച പിന്നെ തിരിഞ്ഞു നോക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര് തിരിഞ്ഞു നോക്കണ്ട? എന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട, പാർട്ടി ലീഡർഷിപ്പാണ് സേഫ്. ഈ പെരട്ട ജനം നമ്മുടെ മെക്കെട്ട് കയറില്ലല്ലോ, എന്നാലോ എനിക്ക് എല്ലാവരെയും മെക്കെട്ട് കയറുകയും ചെയ്യാം. അതാരെങ്കിലും ആവട്ടെ, പക്ഷേ BJPക്ക് അതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ PC ജോർജിനെ പത്തനംതിട്ടയിൽ ഇറക്കുമ്പോൾ BJP പ്രതിരോധത്തിലാകുമോ എന്ന് ഭയക്കുന്നത് കൊണ്ട് സംസ്ഥാന ഘടകത്തിന്റെ ആദ്യത്തെ 2 പരിഗണനയും PC ജോർജ് അല്ല. ശല്യപ്പെടുത്തി ഒഴിപ്പിക്കാനുള്ള തന്ത്രം ഏതാണ്ട് ഫലിച്ചു വരികയായിരുന്നു വക്കീലെ. പക്ഷേ ബോംബെ എന്നൊരു പെരിച്ചാഴി ഇറങ്ങിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ഗവർണർ പദവി ഒഴിഞ്ഞ് മത്സര രംഗത്തേക്ക് വരാൻ PS ശ്രീധരൻപിള്ള തയ്യാറാണ്. അദ്ദേഹം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യവും നമുക്ക് മനസ്സിലാവുന്നു. നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകനാകരുതടാ. നിനക്ക് പുഴയിൽ ചീഞ്ഞ തൊണ്ടുവായിരുന്ന നല്ല അന്തസ്സുള്ളൊരു പണി ഉണ്ടായിരുന്നല്ല. അപ്പോൾ അക്കാര്യത്തിൽ തീരുമാനമായി കേട്ടോ. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്ന് താനീ പറയണത്? അതെനിക്കും അറിയില്ല. പിന്നെ തന്നെ എന്തിനാ കൂടെ കെട്ടിയെടുത്തത്? പിന്നെ ഞാൻ ഇനി എങ്ങോട്ട് പോകും? തൽക്കാലം തോട്ടക്കാരായിട്ട് നിന്നോളാൻ അദ്ദേഹം പറഞ്ഞു. നന്നായി. ചെടികൾ വെട്ടാനും നനയ്ക്കാനും എല്ലാം ഒരാളെ നിർത്തണമെന്ന് കരുതിയതാ. പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്.